നീളത്തിൽ അറ്റം കാണാത്ത റോഡുകൾ, കാത്തിരിപ്പോ ട്രാഫിക് ബ്ലോക്കോ ഒന്നുമില്ല. കയറിപ്പറ്റിയാൽ ചീറിപ്പാഞ്ഞൊരു പോക്കായിരിക്കും. രാജ്യത്തെ മാറിവരുന്ന യാത്രകളുടെ കാര്യമാണിത്. ഇന്ത്യയിലെ റോഡ് വഴിയുള്ള യാത്രകളിൽ ഏറ്റവും മാറ്റം കൊണ്ടുവരുന്നവയാണ് എക്സ്പ്രസ് പാതകൾ. 16-18 മണിക്കൂറുകൾ വേണ്ടിയിരുന്ന യാത്രകളൊക്കെ 6-7 മണിക്കൂർ മാത്രം എടുക്കുകയുള്ളൂ എന്നത് തന്നെയാണ് ഇതിലെ ആകർഷണം. നിരവധി എക്സ്പ്രസ് വേകളാണ് നിലവിൽ ഇന്ത്യയിൽ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയവയുടെ എണ്ണത്തിലാണെങ്കിൽ അതിലേറെ വരും. അതിലൊന്നാണ് 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച മുംബൈ നാഗ്പൂർ സമൃദ്ധി എക്സ്പ്രസ് വേ. 701 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിച്ച മുംബൈ നാഗ്പൂർ സമൃദ്ധി എക്സ്പ്രസ് വേ 2 ഘട്ടങ്ങളായാണ് പൂർത്തിയാക്കിയത്. നാഗ്പൂർ ഷിർദി, മുംബൈ ഷിർദി എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ഈ എക്സ്പ്രസ് വേക്കുണ്ട്. ഇതിൽ നാഗ്പൂരിൽ നിന്നും ഷിർദിയിലേക്കുള്ള പാതയാണ് ആദ്യം തുറന്നുകൊടുത്തത്. 520 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ ദൂരം. മുംബൈയിൽ നിന്നും ഷിർദിയിലേക്കുള്ള പാത 2023 ജൂലൈയോടെയാണ് തുറന്നത്. ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ് എന്നാണ് മുംബൈ നാഗ്പൂർ സമൃദ്ധി എക്സ്പ്രസ് വേയുടെ മുഴുവൻ പേര്. പേര് പോലെ തന്നെയാണ് എക്സ്പ്രസ് വേകൾ. എക്സ്പ്രസ് വേകൾ യാത്രകളെ വേഗത്തിലാക്കുന്നു. മണിക്കൂറുകളാണ് യാത്രാസമയത്തിൽ ഈ പാതകൾ നമുക്ക് ലാഭിച്ചു തരുവാൻ പോകുന്നത്. മുംബൈ നാഗ്പൂർ സമൃദ്ധി എക്സ്പ്രസ് വേയുടെ നിർമ്മാണം പൂർത്തിയായതോടുകൂടെ മുംബൈ നാഗ്പൂർ യാത്രാസമയം വെറും 8 മണിക്കൂറായി ചുരുങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപ് 16 മണിക്കൂർ എടുത്തായിരുന്നു ഈയൊരു ദൂരം യാത്രക്കാർ താണ്ടിയിരുന്നത്. മുംബൈയിൽ നിന്നും ഷിർദിയിലേക്കുള്ള ദൂരം 5 മണിക്കൂറായും ചുരുങ്ങിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് താനെ, നാസിക്, അഹമ്മദ് നഗർ, ജൽന, ഔറംഗാബാദ്, ബുർദാന, അമരാവതി, വാർദ വഴിയാണ് ഈ പാത നാഗ്പൂരിലെത്തുന്നത്. മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേയുടെ ആകെ നീളം 701 കിലോമീറ്ററും റോഡിന്റെ വീതി വരുന്നത് 120 മീറ്ററുമാണ്. 8 വരി പാതയായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 വശത്തും 4 വരി വീതമുള്ള പാതകൾ. ഭാവിയിൽ ഈ വീതി കൂട്ടുവാൻ തക്കതായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ സ്ഥലമേറ്റെടുപ്പ് നടത്തിയിരിക്കുന്നത്. റോഡിന്റെ മധ്യഭാഗത്തായി 22.5 മീറ്റർ വീതിയിൽ ഡിവൈഡറുമുണ്ട്. ഇവിടെ പൂന്തോട്ടങ്ങളാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 32 വലിയ മേൽപ്പാലങ്ങളും 5 തുരങ്കങ്ങളുമാണ് മൊത്തത്തിൽ ഈ പാതയിലുള്ളത്. ഇതുകൂടാതെ 8 റെയിൽവേ മേൽപ്പാലങ്ങൾ, 317 ചെറുപാലങ്ങൾ, വാഹനങ്ങൾക്ക് മാത്രമായി 300ഓളം അടിപ്പാതകൾ, ജനങ്ങൾക്ക് നടന്നു പോകുവാനായി 400ലധികം അടിപ്പാതകൾ എന്നിവയും ഇതിനുണ്ട്. 710 കിലോമീറ്റർ ദൂരത്തിൽ ഒരിടത്തും യു ടേൺ ഇല്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. വഴിയിലുള്ള ഇന്റർചേഞ്ചുകൾ 30-40 കിലോമീറ്ററിലാണ് വരുന്നത്. കാടുകൾ നിറഞ്ഞ പ്രദേശത്തു കൂടെ കടന്നു പോകുമ്പോൾ വന്യജീവികൾക്ക് സുഖകരമായ ക്രോസിംഗ് ഉറപ്പുവരുത്തുന്നതിനായി വീതി കൂടിയ 9 മേൽപ്പാലങ്ങളും 17 അടിപ്പാതകളും ഇതിന്റെ ഭാഗമാണ്. ഒപ്പം തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ മൃഗങ്ങൾ റോഡിലേക്ക് കടക്കാതിരിക്കുവാനായി ഇരുവശത്തും വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവിടെയില്ല. 15 ട്രാഫിക് എയ്ഡ് പോസ്റ്റുകളാണുള്ളത്. ഇതിലേക്ക് 150 വിമുക്ത ഭടന്മാരെ നിയമിച്ചിട്ടുണ്ട്. 21 ആംബുലൻസുകളും 30 മെട്രിക് ടൺ വീതമുള്ള 15 ക്രെയിനുകളും 21 ക്യുക്ക് റെസ്പോൺസ് വാഹനങ്ങളും ലഭ്യമാണ്. പാതയിലുടനീളം ട്രോമ കേന്ദ്രങ്ങൾ, ആംബുലൻസ്, ഭക്ഷണ കേന്ദ്രങ്ങൾ, പെട്രോൾ പമ്പുകൾ, വൈദ്യുതി ചാർജിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയുമുണ്ട്. ഇതുകൂടാതെ സൗരോർജ്ജ പാനലുകളും എക്സ്പ്രസ് വേയുടെ വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 138.47 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പാതയുടെ രൂപരേഖയനുസരിച്ച് 10 ജില്ലകൾ, 26 താലൂക്കുകൾ, 392 ഗ്രാമങ്ങൾ, 18 നഗരങ്ങൾ എന്നിവയിലൂടെയാണ് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ കടന്നുപോകുന്നത്. ഇതോടൊപ്പം ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റുമായി ബന്ധിപ്പിച്ചും പാത കടന്നുപോകുന്നു. ചന്ദ്രാപൂർ, ഭണ്ഡാര, ഗോണ്ടിയ, ഗാഡ്ജിരോളി, യവത്മൽ, അഗോള, ഹിംഗോളി, പർബനി, നാദബഡ്, ബീഡ്, ദുലെ, ബൽഗാവ്, പാൽഗർ, റായ്ഗഡ് ജില്ലകളിൽ നിന്നും എക്സ്പ്രസ് വേയിലേക്ക് ലിങ്കിംഗ് റോഡുകളും ഡൽഹി മുംബൈ വ്യവസായ ഇടനാഴിയും മറ്റു വ്യവസായ മേഖലകളുമെല്ലാം മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മഹാരാഷ്ട്രയിലെ 24 ജില്ലകളുമായും ഈ പാത ഒരുവിധത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അജന്ത, എല്ലോറ ഗുഹകൾ, ഷിർദി, ലോണാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായും ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതുവഴി കടന്നുപോകുന്ന ചില വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളുണ്ട്. ഓട്ടോറിക്ഷകൾ, ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഈ പാതയിലേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. മാത്രമല്ല, പതുക്കെ മാത്രം സഞ്ചരിക്കുന്ന വലിയ വാഹനങ്ങൾക്കും ഇതിലേക്ക് പ്രവേശനം നൽകില്ല. കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് അവയുടെ വ്യത്യാസമനുസരിച്ച് വേഗതയിലും നിയന്ത്രണങ്ങളുണ്ട്. പരമാവധി 120 കിലോമീറ്ററാണ് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന വേഗത. 26 ടോൾ പ്ലാസകളാണ് പാതയിൽ ആകെയുള്ളത്. വാഹനങ്ങൾ അത് സഞ്ചരിക്കുന്ന ദൂരത്തിനനുസരിച്ചാണ് ടോൾ നൽകേണ്ടത്. കിലോമീറ്ററിന് 1.70 പൈസ മുതൽ ടോൾ നിരക്ക് തുടങ്ങുന്നുണ്ട്. കാർ മാർഗം മുംബൈയിൽ നിന്ന് നാഗ്പൂരിലേക്ക് ഈ പാത വഴി പോകുന്നയാൾ 1212 രൂപ ടോൾ ഇനത്തിൽ മാത്രമായി നൽകേണ്ടി വരും എന്നുള്ളതാണ്.